സംസ്ഥാനത്തിപ്പോൾ എന്താണ് നടക്കുന്നത്? ഇവിടെ സംവിധാനം പൂർണ്ണ പരാജയമാണ്. പണത്തിനുമേൽ പരുന്തും പറക്കാത്ത സാഹചര്യം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കേരള ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യമാണിത്. കേസിലെ മുഖ്യപ്രതി ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്ത നടപടിയിലെ നിയമപരമായ വീഴ്ചകളിൽ പോലീസിനെയും സർക്കാരിനെയും വിമർശിച്ചാണ് ഹൈക്കോടതി രംഗത്തെത്തിയത്. നിയമപരമായ വീഴ്ചകൾ മൂലം പ്രതിയെ കോടതി വിട്ടയച്ച സംഭവം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന മാനദണ്ഡങ്ങൾ ലംഘിച്ച പോലീസിന്റെ നിലപാടിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. കേസ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ജഡ്ജ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും ഇത്തരം ഔപചാരികതകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രമേ റിമാൻഡ് പരിഗണിക്കാൻ പാടുള്ളൂവെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു തലശ്ശേരി പ്രിൻസിപ്പൽ കോടതി നേരത്തെ ഡോക്ടർ റാമിനെ വിട്ടയച്ചത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നും കാസർഗോഡ് നിന്ന് കെ വി ബൈജുവും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി എം കെ റാമിനെ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ടാണ് അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥൻ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സർവീസിൽ പോലും തുടരാൻ പാടില്ല. ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായി. ഉദ്യോഗസ്ഥനും, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതിഭാഗം അഭിഭാഷകരും തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇത് എന്താണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? പ്രധാനമായും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കൃത്യമായ രേഖ അറസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നൽകേണ്ടതാണ്. അത് ആർട്ടിക്കിൾ, അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22(1) പ്രകാരവും BNSS സെക്ഷൻ 47 പ്രകാരവും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമായി അയാളെ മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ഒരു രേഖയും റാമിന് നൽകിയിട്ടില്ല, ഡോക്ടർ റാമിന് നൽകിയിട്ടില്ല. അത് മാത്രമല്ല, പ്രോസിക്യൂഷനെയും ഈ കാര്യം വ്യക്തമായി അറിയിക്കാത്ത സാഹചര്യത്തിലാണ് തലശ്ശേരി സെഷൻസ് കോടതി റാമിനെ വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് റാമിനെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. ഇതാണ് കോടതിയെ ചൊടിപ്പിച്ചതും രൂക്ഷമായ വിമർശനം കോടതി ഉന്നയിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായത്. DYSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. DYSP റാങ്കിലുള്ള ഈ ഉദ്യോഗസ്ഥന് അറസ്റ്റിന് നടപടിക്രമങ്ങൾ, ബേസിക് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ അറിയില്ല എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഥയിൽ നിന്ന് മനസ്സിലാകും ഇത് ആർക്കൊപ്പമാണ് പോലീസ് ഉള്ളത് എന്ന് മനസ്സിലാക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും അറസ്റ്റിന്റെ കാര്യത്തിൽ NK റാമിന് സംരക്ഷണം നൽകുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെന്നാണ് കോടതി വിലയിരുത്തുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിനെയും കോടതി വിമർശിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത്? ഈ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ, 3 കോടതികൾ, അതായത് സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, 3 കോടതികളും റാമിന്റെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്ന സാഹചര്യത്തിലും റാമിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയത് 101 ദിവസമാണ് NK റാം വിവിധയിടങ്ങളിലെ കന്യാകുമാരിയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട് ഒളിവിൽ കഴിഞ്ഞത്. അത് പോലീസിന് അറിയാമായിരുന്നു. അതായത് പോലീസിന്റെ ഒത്താശയോട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അത് NK റാമിന്റെ പണത്തിന്റെ ബലത്തിലാണ് ഇത്തരത്തിൽ ഉള്ള നടപടിക്രമങ്ങളിലേക്ക് പോയത്. NK റാമിന്റെ അഭിഭാഷകനും സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, പണത്തിന് മീതെ പരുന്നും പറക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ NK റാമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സ്വാധീനം, NK റാം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ NK റാമിനുണ്ടായിരുന്ന സ്വാധീനം തുടങ്ങിയ കാര്യങ്ങളാണ് വ്യക്തമാകുന്നതെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. 15 വർഷത്തിനിടെ ഉണ്ടാകുന്ന ആദ്യത്തെ ഗുരുതരമായ വീഴ്ചയാണ് പ്രത്യേകിച്ചും പോലീസിന് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള 15 വർഷത്തിനിടെ കേട്ടുകഴിവില്ലാത്ത ഗുരുതരമായ വീഴ്ചയാണ് എന്ന് തന്നെയാണ് കോടതി സൂചിപ്പിച്ചത്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് കോടതി സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്ത് പിഴവാണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ചയ്ക്കകം ഇതുമായുള്ള റിപ്പോർട്ട് നൽകണം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹൈക്കോടതി നേരിട്ട് ഈ വിഷയം അന്വേഷിക്കുമെന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനമാണ് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്രയധികം നിയമ ഇടപെടലുകൾ ഉണ്ടായിട്ടും സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും NK റാമിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് പോയില്ല. അതായത് സാധാരണക്കാരന് നീതി കിട്ടാൻ
കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയ ശേഷമാണ് ഇതിൽ അന്വേഷണം തുടരുന്നതും കുടുംബത്തിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. അത് ഡോക്ടർ എൻ കെ റാം ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ ഇതുമായി നിരവധി അധ്യാപകരുൾപ്പെടെ പ്രതികളാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ എൻ കെ റാം അതായത് കോളേജിന്റെ പ്രിൻസിപ്പലും ചെയർമാനുമായിട്ടുള്ള എൻ കെ റാമിന്റെ പണത്തിന്റെ സ്വാധീനം കൊണ്ട് ഇത്രയധികം കാലം അദ്ദേഹത്തിന് ഒളിവിൽ കഴിയാൻ പോലീസ് സഹായിച്ചു. അതുമാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്ന സാഹചര്യത്തിൽ അതായത് ഉയർന്ന കോടതികൾ പോലും അതിൽ ഇടപെട്ടിട്ടും അതിൽ മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചതെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും വലിയ വിമർശനമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ടല്ലോ, ചില വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതിഭാഗം അഭിഭാഷകനും തമ്മിൽ ചില ബന്ധമുണ്ട്. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയുടെ അഭിഭാഷകനും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ അന്വേഷണം നടത്തണമെന്നുകൂടി ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത് സംശയം നിലനിർത്തുന്ന പരാമർശങ്ങളല്ലേ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു അന്വേഷണ സംഘം ഈ ഒരു വിഷയം നേരത്തെ നിതിൻ രാജിൻ്റെ കുടുംബമടക്കം ആക്ഷൻ കമ്മിറ്റി അടക്കം ഉയർത്തി കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഡോക്ടർ റാമിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ നാടക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയൊരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സർക്കാരിന് മേലൊരു സമ്മർദ്ദവും ഉണ്ടാകില്ല, അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടൽ അനിവാര്യമല്ലേ ആജ്ഞ? തീർച്ചയായിട്ടും ടോം, സർക്കാർ വെള്ളിയാഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന് സംഭവിച്ച പാളിച്ച എന്താണ് എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മജിസ്ട്രേറ്റ് കോടതി ഹൈക്കോടതി അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങളും ഇതോടൊപ്പം ഹൈക്കോടതി ചേർത്തിട്ടുണ്ട്. അതുമാത്രമല്ല പ്രതിയുടെ അഭിഭാഷകനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ബന്ധമുണ്ട്. പ്രതിയുടെ കയ്യിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം. അത്തരം കാര്യങ്ങളിൽ സർക്കാർ വ്യക്തത വരുത്തണം. SITയുടെ മേലേക്ക് ഈ കേസ് ഇതിൽ നിന്നും അന്വേഷണത്തിൽ നിന്ന് തടിയൂരാനാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതായത് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന സാഹചര്യവും സാധ്യതയും കൂടിയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഇതിൽ അന്വേഷണം ഉണ്ടാക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രതിയിൽ നിന്നും സ്വീകരിച്ചോ എന്നാണ് കോടതി. അത് ഗുരുതര ആരോപണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഒരു പ്രതിക്ക് വ്യക്തമായി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ നിയമവൃത്തങ്ങളെല്ലാം ഇടപെട്ടിട്ടും ഉയർന്ന കോടതികൾ ഇടപെട്ടിട്ടും അത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒരുക്കി നൽകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണവും വിമർശനവും. ഇതിലെന്തുകൊണ്ടാണ് സർക്കാർ ഇടപെടാത്തത് എന്നും ചോദിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പലർക്കും റാമുമായി അടുത്ത ബന്ധമുണ്ട്. റാമിന്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ പണത്തിന്റെ സ്വാധീനത്തിലാണ് ഈ കേസ് ഇത്രകാലം റാമിനെ ഈ 101 ദിവസം ഒളിവിൽ കഴിയാൻ പോലും സഹായിച്ചിരുന്നത് എന്നുള്ള സാഹചര്യവും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനമാണ്. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിലൂടെ മാത്രം പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നും കോടതി പറയുന്നുണ്ട്. വ്യാപകമായ അന്വേഷണം വേണം ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക അധീനതയിൽ അന്വേഷണ സംഘത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഈ കേസിലെ ഇടപെടലുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അത് ഈ സംസ്ഥാനത്തെ നിയമ സാഹചര്യങ്ങളെ മുഴുവൻ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അത്തരം വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുതിയ അന്വേഷണ സംഘവും വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.